റമദാൻ വരുന്നതിന്റെ തൊട്ട് മുമ്പ് എല്ലാ വീടുകളിലും വള്ളൊക്കെ തെളിച്ചിട്ട് പൊടിയൊക്കെ തട്ടിയിട്ട് പെയിന്റൊക്കെ അടിച്ചിട്ട് ഒരു നനച്ചുകുളി നടത്താറില്ലേ വീട്. യഥാർത്ഥത്തിൽ വീടല്ല ആദ്യം ശുദ്ധിയാക്കേണ്ടത്. ആദ്യം ശുദ്ധിയാക്കേണ്ടത് എന്താണെന്നറിയോ? മനസ്സാണ്. മനസ്സ് ശുദ്ധിയാക്കാതെ വീട് ശുദ്ധിയാക്കിയിട്ട് എന്ത് കാര്യാണുള്ളത്? ഇന്നക ലാല ഹുലിക്കിൻ അലീം, നബിയെ അങ്ങ് ഏറ്റവും വലിയ സ്വഭാവത്തിന്റെയും മുകളിലാണെന്ന് പറഞ്ഞ ആ റസൂലുള്ള പോലും എപ്പോഴും അള്ളഹാനോട് ദുആ ചെയ്തിരുന്നൊരു ദുആയാണ് അല്ലാഹുമ്മ ആതി നഫ്സി തഖ്വാഹ. അള്ളാഹുവെ എന്റെ മനസ്സിനെ നീ എപ്പോഴും തഖ്വയുള്ളതാക്കി തരണേന്ന്. അതുകൊണ്ട് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ തെറ്റി നിൽക്കുന്ന ആളുകൾ ഉണ്ടാവില്ലേ? അമ്മായിമാനോട് തെറ്റിയ മരുമക്കള്, മരുമക്കളോട് തെറ്റിയ അമ്മായിമ്മ, കുടുംബക്കാരോട് തെറ്റിയവര്, അനുജന്മാരോട്, ഏട്ടന്മാരോട്, അയൽവാസികളോടൊക്കെ തെറ്റി നിൽക്കുന്ന ആളുകളില്ലേ? ഓലൊക്കെ റമദാൻ വരുന്നതിന്റെ മുമ്പ് വേഗം പോയിട്ട് മുണ്ടിച്ചോളി. കാരണം തെറ്റിയ ആളുകളോട് നോമ്പ് നോക്കാൻ അള്ളാഹു പറഞ്ഞിട്ടില്ല. എന്നിട്ട് നനച്ചുകുളി നടത്തിയിട്ട് വീടൊക്കെ ശുദ്ധിയാക്കിയിട്ട് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും മുണ്ടാൻ പോലും തയ്യാറാവാത്ത ആളുകളാണ് ഈ റമദാനെ സ്വീകരിക്കാൻ നിൽക്കുന്നത്.